ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഓണത്തിൻ്റെ സമയത്തായിരുന്നു എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി ചെന്നത്. അപ്പം അവിടെ നിന്നിട്ട് 1-2-3 ആഴ്ച കഴിഞ്ഞ ശേഷം തിരിച്ച് ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ വാങ്ങിയിട്ടുമുണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്ത് വെക്കണ്ടേനു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും എൻ്റെ ബാഗിൽ മെയിൻ സ്ഥലം മുടക്കിയാണ് എൻ്റെ ഈ ബാഗ്, ഇതിൻ്റെ ഈ കുഞ്ഞു ബാഗ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഫസ്റ്റ് വേഗം അത് പാക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി ഓരോന്നും എല്ലാം ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഈ ബാഗ് കംപ്ലീറ്റ് ഒന്നും ഉണ്ടാവില്ല, എങ്കിലും കുറച്ചൊക്കെ സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളെന്തായാലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ വാങ്ങിയിടും. അപ്പം എനിക്ക് ആവശ്യമുള്ള മാത്രമേ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ. ഇപ്പം കണ്ടില്ല എൻ്റെ ഈ കുഞ്ഞു ബാഗിൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ മറ്റേ ബാഗിൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ലോറിയാലിൻ്റെ ഈ ഒരു ഷാമ്പു എനിക്ക് ബ്ലിങ്കിറ്റിന് എന്തൊക്കെ സാധനം വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഏകദേശം കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാൻ വേണ്ടി തുടങ്ങി. ആ കാണുന്ന കവറില്ല, ആ കവറിൽ മൊത്തം ഞാൻ കുറേ എന്തൊക്കെയോ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചതാണ്. അപ്പം പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പാൻറ്റാട്ടോ കഷ്കയിലായിട്ടും പോയപ്പോൾ വാങ്ങിയത്. വെറും 495 രൂപയ്ക്ക് കിട്ടിയിട്ടുള്ളൊരു പാൻറ്റാട്ടോ. അവിടുത്തെ പാൻറ്റൊക്കെ ലോ പ്രൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പാൻറ്റ് എൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്, അതെനിക്ക് ഏട്ടൻ നിലമ്പൂരിൽ നിന്ന് ഇവിടുന്ന് വാങ്ങി തന്നതാണ്. പിന്നെ സെക്കൻഡ് പാൻറ്റും എൻ്റെ അടുത്തുള്ള തന്നെയാണ്. ഇത് ഞാൻ എന്തിനാ കാട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ നേരം ഞാൻ ഈ ഒരു പാൻറ്റാട്ടോ ഇടുന്നത്, അതിനോണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ കാട്ടി വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പാൻറ്റ് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഓണത്തിന് ഇട്ടുകൊണ്ട് വന്നത് ഈ ഡ്രസ്സേനു. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റീസെൻ്റ്ലി മിനിസോ പോയ സമയത്ത് ഇങ്ങനത്തെ 3 വാങ്ങിയിട്ടേനു. 190 റുപ്പീസിന് ഇങ്ങനത്തെ 3 കിട്ടും. ഇങ്ങനത്തെ ഒരു മൈക്രോ ഫൈബർ ടവലാണ്, നല്ല അടിപൊളി ടവലാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സോഫ്റ്റുമാണ്. പിന്നെ ഈ ഒരു ടീഷർട്ട് ഞാൻ മാക്സ് പോയപ്പോൾ വാങ്ങിയതേനു. പിന്നെ ഈ ഒരു കൊറിയൻ പാൻറ്റും ഞാൻ കഷ്കയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതിന് പക്ഷേ 380 രൂപ അങ്ങനെ എന്തോന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. പിന്നെ ഇതും അത് തന്നെ, ഞാൻ മാക്സ് പോയപ്പോൾ ഇങ്ങനത്തെ സ്ക്രഞ്ച് വാങ്ങി, അത് തന്നെയുള്ളൂ. പിന്നെ ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാട്ടോ. ഇന്ത്യയിലുള്ള തന്നെയാണ്, ഏതൊക്കെയോ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അതെടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് വീട്ടിലിടാവുന്ന കുറച്ച് നൈറ്റ് വെയർസ് വേണേനു. അങ്ങനെ ഞാൻ കഷ്കയിൽ തന്നെ പോയപ്പോൾ ഇങ്ങനത്തെ അവിടെ 150 റുപ്പീസിന് ഇങ്ങനത്തെ പാൻറ്റുകളൊക്കെ കേട്ടോ, അത് വാങ്ങി. പിന്നെ ഇതിനും ഏകദേശം 250-150 ആ ഒരു റേഞ്ച് തന്നെ ഉള്ളൂ. ആ ഒരു ടീഷർട്ടല്ല, ആ ഒരു സ്ട്രൈപ്സുള്ള ഷർട്ട് വാങ്ങി. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് കുറേ മുന്നേ വാങ്ങിയതാണ്. ഞാനിപ്പം അമ്മ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്ന്, അതിനോട് ഞാൻ ഇതും എടുത്ത് പോകുക കേട്ടോ. ഇത് എനിക്കിപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് കുർത്താന്ന് തന്നെ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. പിന്നെ ഈ ഒരു ഷോർട്സും ഞാൻ ഹൈലൈറ്റ് പോയപ്പം അവിടുത്തെ മാക്സിന്ന് വാങ്ങിയതായിരുന്നു. ഇതിനെത്ര റേറ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്തെങ്കിലും റേറ്റ് എനിക്ക് ഓർമ്മയില്ല, 200 300 അങ്ങനെ എന്തോ ഒന്നാണ്. പിന്നെ ഞാൻ കാലങ്ങളായിട്ട് നിലമ്പൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 ക്ലോത്താണ് ഈ 2 ക്ലോത്ത്. അതിൽ റെഡ് ഇപ്പം നല്ല ട്രെൻഡിങ് നിൽക്കുന്നൊരു ക്ലോത്താണ്. ഞാനിത് വാങ്ങി അടുപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോണ്ട് എല്ലാവരുടെ കയ്യിലും ഈ ടോപ്പടാ, അതെങ്ങനെയാണ് വരുന്നത് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു കുർത്ത നിങ്ങൾക്ക് അറിയില്ലേ, ഇന്ത്യയിലുള്ളൊരു കുർത്ത തന്നെയാണ് കേട്ടോ. പിന്നെ ഏകദേശം ഞാൻ എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഈ ഡ്രസ്സൊക്കെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷെ പാക്ക് ചെയ്ത് വരുമ്പം എങ്ങനെയൊക്കെയോ കൂടുതലായി പോകും. ആ ഒരു ജീന്, പിന്നെ ഇങ്ങനത്തെ കുർത്ത, ആ ടോപ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ SM സ്ട്രീറ്റിലേക്ക് ഞാനും എൻ്റെ അമ്മയും കൂടി ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം കിൻസോ എന്ന് പറഞ്ഞിട്ട് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളൊരു ഷോപ്പ് കാണാം. അവിടെ നല്ല അടിപൊളി നൈറ്റ് വെയർസ് ഉണ്ട് കേട്ടോ, ലൈക്ക് കൊറിയൻ ടച്ചൊക്കെ വരുന്ന നൈറ്റ് വെയർസ് ഉണ്ട് അവിടെ. ഞാൻ സീരിയസ്ലി പറയാണ്, നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. കൊറിയൻ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് കേട്ടോ. പിന്നെ ഞാൻ ഓണത്തിന് എൻ്റെ വീട്ടിലേക്ക് വരുമ്പം ഡ്രസ്സ് വാങ്ങിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പം അങ്ങോട്ടും ഡ്രസ്സ് വാങ്ങേണ്ടിണ്ടേനു. അങ്ങനെ കുറച്ച് ഊരിക്കുള്ള ഡ്രസ്സും വാങ്ങി. പിന്നെ മെല്ലെ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഓരോന്നായിട്ട് എൻ്റെ ബാഗിൽ എടുത്തേക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ കാണുമ്പം കുറച്ചാണെങ്കിലും പിന്നെ ഈ ഒരു കുഞ്ഞ് ബാഗിൽ വേണ്ടതൊക്കെ കൊള്ളിക്കാനും. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ കൊള്ളിക്കോട്ടെ. വരുന്ന സമയത്ത് വേറൊരു ഹാൻഡ് ബാഗ് കൂടി ഉണ്ടായിരുന്നു, പക്ഷേ പകുതി വഴി എത്തിയപ്പോൾ ആ ഹാൻഡ് ബാഗ് പൊട്ടിപ്പോയി. പിന്നെ വേറൊരു ഹാൻഡ് ബാഗ് ഉണ്ട്, ഏകദേശം അതുപോലെ തന്നെയാണല്ലോ, ഇനി അതും കൂടി കുത്തി പൊട്ടിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി കയറ്റുന്ന കേട്ടോ. പിന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം നല്ലോണം ആ ബാഗ് ഫുള്ളായിട്ടുണ്ട്. ഇനി അതിൽ കുത്തി കയറ്റാനായിട്ടൊരു സ്പേസ് ഇല്ല, ഉണ്ടെങ്കിലും അതിൽ കുറച്ച് എന്തോ ഉള്ളൂ. അതിലാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ കയറ്റുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെ ഞാൻ കയറ്റും അതിൽ. എന്നാലും കുഴപ്പമില്ല വിചാരിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വരാം കേട്ടോ. ആ ബാഗിൻ്റെ അകത്ത് ഞാൻ പാക്ക് ചെയ്ത് ലാസ്റ്റ് കാണിച്ചത് എങ്ങനെയാണ് ഇപ്പോഴും ഉള്ളത്.
എന്നിട്ടും നോക്കി ഇത്രയും സാധനങ്ങൾ ഇനിയും ഞാൻ കയറ്റാണ്ട്. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ആ വേറൊരു ബാഗ് കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ബാഗിന് പകരം വേറൊരു ബാഗ് അമ്മ വാങ്ങി തന്ന്. അങ്ങനെ അതിലും ഇട്ട് ആ ഒരു സഞ്ചി ഞാൻ കൈ പിടിച്ചാട്ടോ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അത് പറയട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.